ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വേദനാജനകമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ തന്നെ എടുത്തു പറയുകയാണ്, ആരും തന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരാഴ്ച മുമ്പേയുള്ള 6 ബന്ദികൾ, ഇസ്രായേലിൻ്റെ 6 ബന്ദികൾ കൊല്ലപ്പെട്ട വാർത്തയല്ല ഇത്. മറിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ളൊരു വാർത്തയാണ്. റഫാ നഗരത്തിലെ ഹമാസിന്റെ തുരങ്കത്തിൽ നിന്ന് 6 ബന്ദികൾ കൊല്ലപ്പെട്ട നിലയിൽ ഇസ്രായേലി സൈന്യം കണ്ടെത്തിയിരിക്കുന്നു. 6 പേരും യുവാക്കളാണ്, അതിൽ 2 യുവതികൾ ഉൾപ്പെടെ ഉണ്ട്. അങ്ങനെ 6 ബന്ദികളെയാണ് ഹമാസ് എന്ന ഭീകര സംഘടന കൊലപ്പെടുത്തിയിട്ട് ഈ തുരങ്കത്തിൽ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത്. ഇസ്രായേലി സൈന്യത്തിൻ്റെ അതിശക്തമായിട്ടുള്ള നീക്കത്തിൽ ഈ ഹമാസ് ബന്ദികളെ പിടിച്ചു വെച്ചിട്ടുള്ള ഹമാസികളുടെ അടുത്തേക്ക് ഇസ്രായേലി സൈന്യം എത്തുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് ഈ 6 പേരെയും ഹമാസ് എന്ന ഭീകര സംഘടന കൊലപ്പെടുത്തിയതായിട്ട് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 6 പേരിൽ ഒരാള് അമേരിക്കൻ പൗരനാണ്. ഹെർഷ് ഗോൾഡ്ബർഗ് പോളിൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അമേരിക്കൻ പൗരൻ കൂടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ കേരളത്തിലുള്ള ഹമാസോളികൾ നിരന്തരം എന്താണ് വിളിച്ചു പറയുന്നത്? പോരാളികളാണ് ഹമാസികളെ, ആനയാണ് തേങ്ങയാണ് എന്ന് നിരന്തരം വിളിച്ചു പറയുന്ന ഹമാസികൾ എങ്ങനെയാണ് ബന്ദികളായിട്ടുള്ള നിരായുധരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്തുക? ലോകത്ത് ബന്ദികളോടൊക്കെ ഒരു നീതിയുണ്ട്, നിങ്ങളൊക്കെ തന്നെ ചിന്തിക്കേണ്ടതാണ്. അതായത് ഇന്ന് നിലവിലെ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവിയായിട്ടുള്ള യഹിയ സിൻവാർ 22 വർഷക്കാലം ഇസ്രായേലി ജയിലിലുണ്ടായിരുന്നു. ആ സമയത്ത് ഇസ്രായേലി സൈന്യത്തിലൊക്കെയുള്ള ആളുകൾക്ക് ഈ ഇസ്രായേലി പൗരന്മാരെ കൊലപ്പെടുത്തിയതൊക്കെയായി ബന്ധപ്പെട്ട് ഈ യഹിയ സിൻവാറിനോട് വലിയ ദേഷ്യമുള്ള, കൊലപ്പെടുത്തണം ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ ഇസ്രായേൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ജയിലിൽ നിന്ന് 22 വർഷക്കാലവും യഹിയ സിൻവാറിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാ? ഇസ്രായേൽ ഒരു ശക്തമായ നിയമ സംവിധാനങ്ങളുണ്ട്, അതനുസരിച്ചാണ് അവിടുത്തെ ഓരോ പൗരന്മാര്, ആർമി സംവിധാനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബന്ദികൾക്ക് പോലും ഒരു നീതി ഇസ്രായേലിലുണ്ട്. എന്നാൽ ഹമാസ് എന്ന ഭീകര സംഘടന എന്താണ് ചെയ്തിട്ടുള്ളത്? ഭീകര സംഘടനയ്ക്ക് എന്ത് നീതി, എന്ത് നിയമം? അവർക്ക് തോന്നുന്നത് അവരങ്ങ് ചെയ്ത് മുന്നോട്ട് പോവുകയല്ലേ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹമാസ് എന്ന ഭീകര സംഘടന നിരായുധരായിട്ടുള്ള, അതും ബന്ദികള്, കുറച്ച് കാലമായിട്ട് ബന്ദികളായിട്ട്, ആ ബന്ദികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഹമാസികൾക്കില്ലേ? ആ ഹമാസികൾ എന്താ ഭീരുക്കളെ പോലെ തോറ്റോടുമ്പോൾ കൊലപ്പെടുത്തിയിട്ട് 6 പേരെയും കൊലപ്പെടുത്തിയിട്ട് രക്ഷപ്പെടാൻ ഹമാസികൾ ശ്രമിച്ചു എന്ന വാർത്തയായിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമായിട്ടുള്ളൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഹമാസ് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസും വളരെ വ്യക്തമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു, ഹമാസിന്റെ അന്ത്യം കുറിക്കുമെന്നുള്ളത്. കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ അമേരിക്കയുടെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ 6 ബന്ദികളിൽ ആരൊക്കെ, എവിടെയൊക്കെ, ഏതൊക്കെ രാജ്യങ്ങൾ എന്ന് ഹമാസ് ഭീകരർക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിട്ടും അമേരിക്കയുടെ പൗരനെ പോലും കൊലപ്പെടുത്തിയത് എന്തുകൊണ്ടാ? ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഈ യുദ്ധം ഒരിക്കലും ഹമാസികൾക്ക് അവസാനിക്കരുത്. ഹമാസ് ഭീകരർക്ക് ഇതൊരിക്കലും അവസാനിക്കരുത്. കാരണം ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനത്തിലേക്ക് ഹമാസ് ഭീകരർക്ക് ഒരിക്കലും ഈ ഒരു യുദ്ധത്തെ എത്തിക്കരുത്. കാരണം എന്താ? ഇത് ചർച്ച ചെയ്ത് തീർന്നു പോയാൽ ഈ ഹമാസ് ഭീകരർ എന്ത് ജോലിക്ക് പോവും? പിന്നെ എങ്ങനെ ജീവിക്കൂ? ഒരു ജോലിയോ കൂലിയോ മറ്റൊന്നുമില്ലല്ലോ. അവർക്ക് നിരന്തരം ഇതുപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. ഇനി അമേരിക്കൻ പോർ വിമാനങ്ങള്, യുദ്ധവിമാനങ്ങള്
ഈ പറയുന്ന ഇവരെ ലക്ഷ്യം വെച്ച ഹമാസ് ഭീകരരെ റാഫയുടെ മുകളിലൂടെ ഗാസക്ക് നേരെ പറന്നടക്കില്ലേ? അത് കൃത്യമായിട്ടുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതല്ലേ? ഇത് ഹമാസ് ഭീകരർക്കൊരു ലക്ഷ്യമുണ്ട്, ഒരിക്കലും ഈ യുദ്ധം അവസാനിക്കരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നായിരുന്നു ഹമാസ് ഭീകരർക്ക് എങ്കിൽ ഇസ്രായേലി ബന്ദികളെ എത്ര കാലം മുമ്പ് വിട്ടുകൊടുക്കായിരുന്നു? ഒരിക്കലും വിട്ടുകൊടുക്കാതെ ഭീരുക്കളെ പോലെ നിരായുധരായിട്ടുള്ള ആളുകളെ ഇവർ കൊലപ്പെടുത്ത വാർത്തയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അല്ല, ഇവിടെ കുറെ സെലിബ്രിറ്റികൾ, ഇവിടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. ഓൾ ഐസ് ഓൺ റഫ എന്ന് വലിയ വീരവാദം ഉന്നയിച്ച് ഇവിടെ ദുൽഖർ സൽമാൻ ഷൈൻ നിഗം കഫിയൊക്കെ ധരിച്ച്, ദുൽഖർ സൽമാൻ ആണെങ്കിൽ ഓൾ ഐസ് ഓൺ റഫ എന്ന പോസ്റ്റർ ഇടുന്നു. ഇതര സോഷ്യൽ മീഡിയകളിൽ എത്ര 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 ആളുകളായിരുന്നു ഓൾ ഐസ് ഓൺ റഫ എന്ന് പറഞ്ഞ് ഇവിടെ ക്യാമ്പയിൻ നടത്തിയത്? അല്ല, അവർക്കാർക്കെങ്കിലും ധൈര്യമുണ്ടോ ഈ റഫ നഗരത്തിന്റെ തുരങ്കത്തില് ഹമാസ് എന്ന ഭീകരർ ചെയ്ത നെറികേടിനെ കുറിച്ച്, നീചമായ പ്രവർത്തിക്കെതിരെ ഓൾ ഐസ് ഓൺ റഫ എന്ന പോസ്റ്റർ പതിപ്പിക്കാൻ, സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ സാധിക്കുമോ? വെല്ലുവിളിക്കുക. ഇത്തരം ഓൾ ഐസ് ഓൺ റഫ ഉയർത്തിയ ആർക്കെങ്കിലും ഇന്ന് ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയാൻ സാധിക്കുമോ? ഇസ്രായേലിന്റെ പൗരന്മാരെ, അമേരിക്കൻ പൗരനെ ഉൾപ്പെടെ 6 യുവാക്കളെയാണ് നിരായുധരായിട്ടുള്ള ബന്ദികളായിട്ടുള്ള യാതൊന്നിനും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത 6 യുവാക്കളെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഹമാസ് എന്ന ഭീകര സംഘടന. ഇതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഇവിടെയുള്ള ഒരാൾക്കും സാധിക്കില്ലേ? എന്തു തന്നെ സംഭവിച്ചാലും ഹമാസിനൊപ്പം എന്ന് പ്രഖ്യാപിച്ചവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു? നിരായുധരായിട്ടുള്ള 6 ബന്ദികളെ ഹമാസ് എന്ന ഭീകരവാദ സംഘടന നീചമായ പ്രവൃത്തിയിലൂടെ കൊലപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കുക. യഥാർത്ഥത്തിൽ ഇവർ പോരാളികളോ അങ്ങനെ എന്തെങ്കിലും അതിന്റെ ഒരംശമെങ്കിലും ഉള്ളവരായിരുന്നെങ്കിൽ ആയുധവുമായിട്ട് ഇസ്രായേൽ സൈന്യം ശക്തമായിട്ട് ഈ ഹമാസിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഹമാസ് അവസാന ശ്രമം എന്നോണം ഈ ആയുധമുള്ളവരോടൊരു പോരാട്ടം നടത്തേണ്ട. അവരെന്താ ചെയ്തത്? ലോകത്തെ ഏറ്റവും ഭീരുക്കൾ എന്തു ചെയ്യുമോ അത് തന്നെ. ഒന്നുമില്ലാത്ത ആളുകളെ കൊലപ്പെടുത്തിയിട്ട് ഓടി രക്ഷപ്പെടുന്നൊരു ക്രൂരമായിട്ടുള്ളൊരു വാർത്തയല്ല നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്. സകല സുബോധമുള്ള മലയാളികളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാണ്. റഫ നഗരത്തിൽ, അതായത് ഓൾ ഐസ് ഓൺ റഫ എന്ന് പോസ്റ്റർ ഒന്നുമില്ലാത്ത സമാധാനത്തിലുള്ള റഫയിലേക്ക് എന്തിനാ ഇസ്രായേൽ സൈന്യം ആക്രമിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് പോസ്റ്റർ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ സെലിബ്രിറ്റി ആയവരും അല്ലാത്തവരുമായിട്ടുള്ള സകല ആളുകളോടും ഓരോ ബോധമുള്ളവനും ഉറക്കെ ചോദിക്കണം, എന്തേ നിങ്ങൾക്കിപ്പോൾ ശബ്ദമില്ലേ? നിങ്ങൾക്കിപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലേ? നിങ്ങൾക്കിപ്പോൾ റഫയിലേക്ക് കണ്ണു കാണുന്നില്ലേ എന്ന് ഓരോ സുബോധമുള്ള ആളുകളും റഫയ്ക്ക് വേണ്ടി അന്ന് ഓൾ ഐസ് ഓൺ റഫ ഇട്ട ആളുകളോട് ഉറച്ച ശബ്ദത്തിൽ തന്നെ ചോദിക്കണം. സകല ആളുകളും ചോദിക്കുക തന്നെ വേണം. റഫ നഗരത്തിലെ തുരങ്കത്തിലാണ് നിരായുധരായിട്ടുള്ള 6 പേരെ ഹമാസ് എന്ന ഭീകര സംഘടന കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഈ അങ്ങേയറ്റത്തെ ഹമാസിന്റെ നെറികേടിനെതിരെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രതിഷേധം പോലും പങ്കുവെക്കാത്തത് ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം. ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ പൊക്കിയ ആളുകളൊക്കെ തന്നെ ഹമാസ് ഭീകരരാണെങ്കിലേ പിന്തുണ കൊടുക്കൂ എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.